നമസ്കാരം. 2026 വലിയ പ്രതീക്ഷയോടെയാണ് ആളുകൾ സ്വീകരിച്ചിരുന്നത്. നല്ല 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 പ്രവർത്തനങ്ങൾ ചെയ്യാമെന്നും അതുപോലെ തന്നെ നല്ല നല്ല വാർത്തകളായിരിക്കും നമ്മളെ തേടിയെത്തുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ 2026 പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 2026 തുടക്കത്തിൽ തന്നെ പല രീതിയിലുള്ള മോശം പ്രവൃത്തികളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദീപകിന്റെ മരണമായിരുന്നു. ബസ്സിൽ വെച്ചിട്ട് ഒരു യുവതി മോശമായിട്ടുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും അതിൽ മനം നൊന്ത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക് ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പം 14 ദിവസം റിമാൻഡിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തെ ഇപ്പോൾ ദാ മറ്റൊരു വാർത്ത കൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ വാർത്ത എന്ന് പറയുന്നത് വളരെ രസകരവും പക്ഷേ ഭീകരവുമായ ഒരു വാർത്തയാണ്. വാർത്ത എന്ന് പറയുന്നത് ഫേസ് ക്രീം മാറ്റിവെച്ചതിന്റെ പേരിൽ അമ്മയുടെ വാരിയലിൽ കമ്പിപ്പാര കൊണ്ട് അടിച്ചു തകർത്ത ഒരു പെൺകുട്ടിയുടെ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അമ്മയുടെ വാരിയലിൽ അമ്മയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരിനോട് ചാരി നിർത്തിയതിനു ശേഷം കമ്പിപ്പാര എടുത്തിട്ട് അമ്മയുടെ വാരിയലിൽ അടിച്ചു തകർക്കുകയായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി ഒളിവിൽ പോയി. ഇപ്പോൾ ആ പെൺകുട്ടീനെ വയനാട് മാനന്തവാടിയിൽ വെച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത സമയത്ത് പെൺകുട്ടീനെ കൂടെ 10 വയസ്സുള്ള ഒരു കുട്ടിയെ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു വാർത്തയാണ്. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഇതിന്റെ മുമ്പും നിരവധി കേസിലെ പ്രതിയായിട്ടുള്ള പെൺകുട്ടിയാണ്. ഒരു കൊലപാതക കേസുണ്ട്, അതുപോലെ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയ ഒരു കേസ് ഈ പെൺകുട്ടിയുടെ പേരിലുണ്ട്, അതുപോലെ നിരവധി ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഈ പെൺകുട്ടിയുടെ പേരിലുണ്ട്. നമുക്ക് ആ ഒരു വാർത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം എന്താണെന്നുള്ള കാര്യം. ഫേസ് ക്രീം മാറ്റിവെച്ചതിന് അമ്മയുടെ വാരിയലിൽ കമ്പിപ്പാര കൊണ്ട് അടിച്ചു തകർത്ത് മകൾ. സരസ് എന്ന 70 വയസ്സുകാരിയാണ് മകൾ നിവ്യ ആക്രമിച്ചത്. ഇക്കഴിഞ്ഞ 19-ാം തീയതിയായിരുന്നു സംഭവം നടന്നത്. അന്നേ ദിവസം അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കമ്പിപ്പാര കൊണ്ട് വാരിയല് അടിച്ചു തകർക്കുകയായിരുന്നു നിവ്യ എന്നാണ് എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കൊലപാതക കേസ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, ലഹരി കേസ് എന്നിങ്ങനെ നിരവധി കേസിൽ പ്രതിയാണ് നിവ്യ എന്ന് പോലീസ് അറിയിച്ചു. ഇവർ നിരന്തരമായി അമ്മയുമായി വഴക്കിടാറുണ്ടായിരുന്നുവെന്നും ആക്രമിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നുവെന്നും അയൽവാസികളും മൊഴി രേഖപ്പെടുത്തി. സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസമാണ് അമ്മ സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നത്. തുടർന്ന് ഒളിവിൽ പോയ നിവ്യയെ വയനാട് മാനന്തവാടിയിൽ നിന്ന് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത സമയത്ത് നിവ്യയുടെ കൂടെ 10 വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. 30 വയസ്സുകാരിയായ നിവ്യ നാട്ടിലെ പ്രധാന തലവേദനയാണ്. ഇവർ നിരവധി ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് കൂടുതൽ കടുത്ത നടപടിയെടുക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.